ഒരു മിനി കേരളമുണ്ട് കരാമ. മലയാളികൾ എല്ലാ ആഘോഷങ്ങൾക്കും ഒത്തുകൂടുന്ന ഒരിടം. ഒരുപക്ഷെ ഗൾഫിൽ മലയാളികൾ ഏറ്റവും അധികം ഒത്തുകൂടുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ അതും കരാമ തന്നെയായിരിക്കും. ഈ റമദാനിൽ മലയാളികൾ ഇങ്ങനെ ഒത്തുകൂടുന്നത് കരാമയുടെ വൈബാണ്. വൈകുന്നേരം ആളുകൾ ഇവിടെ എത്തുന്നു, നോമ്പ് തുറന്നാലാണ് ആളുകൾ ഇവിടെ എത്തുന്നത്. പിന്നീടുള്ള കാഴ്ചകൾ അത് നമുക്ക് മറക്കാൻ കഴിയില്ല. ആ കാഴ്ചകൾ തന്നെ കാണാം. നോമ്പ് തുറക്കാനും നോമ്പ് തുറന്നിട്ടുമാണ് ആളുകൾ ഇവിടെ എത്തുന്നത്. വൈകുന്നേരം 6:30 കൂടിയിട്ടാണ് കരാമ വൈബിലേക്ക് ആളുകൾ ഇറങ്ങി തുടങ്ങുക. ഇവിടെ എത്തി നോമ്പ് തുറക്കുന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ നോമ്പ് തുറന്ന ക്ഷീണമൊക്കെ മാറ്റി വരുന്ന ആളുകളുമുണ്ട്. ഞങ്ങൾ വീക്കെൻഡിൽ എവിടെയെങ്കിലും ഒരു കൂടാറുണ്ട്. ഫസ്റ്റ് നോമ്പിന് ഇവിടെ തന്നെയാണ് കൂടിയിട്ടുള്ളത്. ഇന്ന് ഇവിടെ തന്നെ കരാമേനെ നമ്മൾ സെലക്ട് ചെയ്തു. ഫ്രണ്ട്സോട് ആകുമ്പോൾ വീടൊന്നും അങ്ങനെ മിസ് ചെയ്യുന്ന പോലെ ഒന്നും ഇല്ല. അടിച്ചു പൊളിയാണ്. ഇവിടെയാണ് ഏറ്റവും മലയാളികൾ തോന്നുന്നത്. അത്രയും മലയാളികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമുക്ക് റംസാൻ ആകുമ്പോഴേക്ക് നമുക്ക് ശനി ഞായർ മറ്റേ ആകുമ്പോഴേക്കും തിരക്കും കാര്യങ്ങളുണ്ട്. നമുക്കും സത്യം പറഞ്ഞാൽ നാട്ടിൽ പോയ പോലെ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കപ്പ മത്തിക്കറി, കപ്പ മത്തിക്കറി, കപ്പ മത്തിക്കറി, കപ്പ ബീഫ് കറി, കപ്പ ചിക്കൻ കറി, പിടികോഴി തീരാൻ പോവാണ്. 6:30 മുതൽ 9 മണി വരെ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. 9 മണിയാകുമ്പോഴേക്കും അതിന്റെ ആഘോഷം തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. 9:30-ക്കാണ് ആഘോഷങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്റ്റേജിൽ പാട്ടും ഡാൻസും എല്ലാമായി, അത് സ്റ്റേജിലും അതോടൊപ്പം തന്നെ സ്റ്റേജിനും പുറത്തുമൊക്കെ എല്ലാവരും തിങ്ങി നിറഞ്ഞുള്ള ഒരു ആഘോഷമായിരിക്കും. പിന്നീട് എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? ഇവിടെ എല്ലാവരും കുട്ടിക്കുഷിക്കപ്പെടുന്ന കരാമ വൈബ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. സൂപ്പർ ആയിരുന്നു. ലാസ്റ്റ് ഇയർ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ദിസ് ഇയർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി. ഭയങ്കര തിരക്ക്, ഫുഡ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇനി എല്ലാ കൊല്ലം ഇവിടെ വരും എന്തായാലും. ദുബായ് സാമ്പത്തിക കാര്യ വകുപ്പും ദുബായ് ടൂറിസവും ഇത് രണ്ടും കൂടെ ചേർന്നാണ് കരാമയിൽ ഇത്തരത്തിലുള്ള സ്ട്രീറ്റ് റമദാൻ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. 2 സർക്കാർ വകുപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വ്യാപാരികൾ എല്ലാവരും വലിയ പിന്തുണ ഇതിന് നൽകുന്നുണ്ട്. ഇതുപോലെ ഈ കാണുന്നത് പോലെയുള്ള ചെറിയ ചെറിയ കടകൾ, പ്രത്യേകം ഹട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും രുചിയോട് കൂടിയിട്ടാണ് ഓരോ വിഭവങ്ങളും ഇവിടെയുള്ള വ്യാപാരികൾ നമുക്ക് മുന്നിൽ എത്തുന്നത്. അത് രുചിച്ച് തന്നെ അറിയണം. தமிழ்நாட்டில் இந்த மாதிரி ஸ்டைல்லாம் கிடையாது. പക്ഷേ வருஷத்துக்கு ஒரு தடவை இந்த மாதிரி வந்துட்டு திருவிழா மாதிரி நடக்கும். ஸோ சேம் அதே ஃபீல்ல ரோடு ஃபுல்லாக கூட்டமாக பண்ணால் நல்லா இருக்கு. Most of here who is coming here is Mallus, and we get to know each other, and it's a place for enjoying. നല്ല ഹാപ്പി മൂഡാണ്, നല്ല മൂഡാണ്. ഒരു പ്രശ്നമില്ല. മുത്തേ സത്തേ എന്ന് വിളിക്കും കണ്ണത്തുരാവ് ഇന്നാണ് വരന്റെ കരളിൽ കുളിരി പകരണം നിക്കാതെ രാവ് ഇന്നാണ്. കരാമ വൈബ് എന്ന് പറയുന്നത് നമ്മളൊരു ആലങ്കാരിക ഭംഗി വാക്ക് മാത്രമല്ല, അത് മറിച്ച് അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന കാഴ്ചകളുണ്ട്. ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ, പല ഇടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, വീട്ടുകാരെ ഒക്കെ പിരിഞ്ഞ് ഒരുപക്ഷെ അല്പം ഏകാന്തത, ബുദ്ധിമുട്ട്, സങ്കടങ്ങളൊക്കെ സഹിച്ച് കഴിയുന്ന ആളുകളായിരിക്കും പലരും, പല പ്രവാസികളും. ആ സങ്കടങ്ങളൊക്കെ മാറ്റുക, കൂട്ടുകാർക്കൊപ്പം ഇവിടെ വരിക. ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വേറെ ഒരു ലോകമില്ല. ഇതായിരിക്കും അവരുടെ ലോകം. കരാമ എന്ന് പറയുന്നത് എന്താ, ഒരു മിനി കേരളമാണ് കരാമ. അപ്പൊ പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ അത് എൻജോയ് ചെയ്യും. കരാമ വികാരം, മലയാളികളുടെ വികാരം, ഒരു കേരളത്തിന്റെ ഫീൽ തന്നെ മൊത്തം മലയാളികളല്ല ഇവിടെ. അടിപൊളി, എല്ലാം അടിപൊളി. ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഇருக்கு. We can explore in the same place. You don't need to go to different restaurants. One place you can explore everything. So we can able to taste different varieties. It's good. കോഴിക്കോട് മിഠായി തെരുവ് അല്ലെങ്കിൽ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനം, ഇനി എറണാകുളത്താണെങ്കിൽ നമുക്ക് മേനക, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ പുത്തരിക്കണ്ടം മൈതാനം അല്ലെങ്കിൽ ഈസ്റ്റ് ഫോർട്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ആ തെരുവുകളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ആ അനുഭവങ്ങളും നമ്മൾ മറക്കില്ല. അതുപോലെ ഒരു സ്ഥലമാണ് കരാമ ഒരുക്കിയിട്ടുള്ളത് ഈ റമദാനിൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്ഥലങ്ങളിലൂടെ ഒക്കെ നടന്നു പോകുന്ന അനുഭവമായിരിക്കും. ഓരോ പ്രദേശത്തു നിന്നുള്ള ആളുകളെ കാണാം, ഓരോ സ്ഥലത്തിന്റെയും രുചി അനുഭവിക്കാം, ഓരോ സ്ഥലത്തെയും ആളുകളെ നമുക്ക് കാണാം, സംസ്കാരങ്ങൾ അടുത്തറിയാം. ഞാൻ കോഴിക്കോട്ടുകാരനാ. SM3 നടക്കുന്ന പോലെ ഒരു സാധനം കിട്ടും ഇവിടെ. ആ ഒരു വൈബ് തന്നെയാണ് മെയിനായിട്ട്. നാട്ടിൽ പോയ ഒരു സെയിം സാധനം എവിടെ പോയാലും മലയാളീസ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി
അടിപൊളിയാണ്. വ്യാപാരികളുടെ പങ്കാളിത്തമാണ് കരാമയിലെ ഈ വൈബിനെ ഇത്രയ്ക്ക് ആഘോഷമാക്കി മാറ്റുന്നത്. അതിനൊപ്പം ഇവിടെയുള്ള ദുബായ് സർക്കാർ നൽകുന്ന സംവിധാനം അല്ലെങ്കിൽ ദുബായ് ടൂറിസവും ദുബായ് സാമ്പത്തിക കാര്യ മന്ത്രാലയവും നൽകുന്ന പിന്തുണ, ഇതോടൊപ്പം തന്നെയാണ് വെള്ളി ശനി ദിവസങ്ങളിൽ ഇഫ്താറിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 100ഓളം പേർക്ക്, ആദ്യം എത്തുന്ന 100ഓളം പേർക്ക് ഇവിടെ ഇരുന്ന് സൗജന്യമായി നമുക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരമാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഉള്ള റെസ്റ്റോറൻറ്റ്സ് തന്നെ ഓൾവേസ് ബിസിയാണ്. അപ്പോൾ റമദാൻ ആകുമ്പോൾ ഇറ്റലിയും കൂടെ ആൾക്കാർ കൂടാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് ഞങ്ങൾ തുടങ്ങിയൊരു റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലാണ് ഒരു 3 years back. Moreover, it's more of families and people kind of love to explore different kind of variety of food. So this is the one festival that everybody can enjoy different cuisine, different varieties of food. You can also see right now while they're doing the community iftar, they don't know each other, but the whole idea of coming together on a table and sitting and eating together, that is very touching, as in ഒരേ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. പല നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, പല വീടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, പക്ഷേ ഈ കരാമയിലെ ഈ തെരുവിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. പരസ്പരം സ്നേഹത്തോടുകൂടി തോളിൽ കൈയിട്ട് നടക്കും, പരസ്പരം സൗഹൃദം പങ്കുവെക്കും. ഇതാണ് ഈ വൈബിന്റെ ജീവൻ. ഇത് കേരളത്തിലെ ഒരു പൂരപ്പറമ്പല്ല. തൃശ്ശൂർ പൂരത്തിനോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ആഘോഷങ്ങൾക്കോ ആയിരിക്കും ഇതുപോലെ കാണുന്നത്. നോക്കുക, മലയാളികൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇതൊരു വിദേശ രാജ്യം ആണെന്ന് നമുക്ക് തോന്നില്ല. നാട്ടിലെ ഒരു പൂരപ്പറമ്പിലൂടെ, ഒരു ഉത്സവ പറമ്പിലൂടെ നടന്നു പോകുന്ന ഒരു പ്രതീതി, അത് അനുഭവിക്കണമെങ്കിൽ കരാമയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം തരണമെങ്കിൽ അത് കരാമയ്ക്ക് മാത്രമേ കഴിയൂ. എങ്ങനെ ഒരു സ്ട്രീറ്റ് ഉണ്ടെന്ന് കേട്ടു. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരുന്നത്. അപ്പം വെറുതെ ഒരു വീക്കെൻഡ് ട്രിപ്പായിട്ട് ആയിക്കോട്ടെ. അടിപൊളി ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുണ്ട്. കരാമയില് ഫുഡിന് സ്പെഷ്യലാണ്, എപ്പോഴും ഒരു ഭക്ഷണം തന്നെയാണ് കരാമ വൈബിന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഘടകം. നമ്മൾ നാട്ടിൽ കാണുന്ന കോല ഐസ്ക്രീം മുതൽ അങ്ങ് തുടങ്ങിയാൽ കപ്പലണ്ടി മുതൽ അങ്ങോട്ട് കിടക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് രുചിയും നമുക്ക് ഇവിടെ ആസ്വദിക്കാം. കപ്പയും മീനും വേണമെങ്കിൽ അത്, ചപ്പാത്തിയും പൊറോട്ടയും ചിക്കനും ഒക്കെയാണ് വേണ്ടതെങ്കിൽ അത്, എവിടെയും ഒരു രുചിക്ക് ഒരു കുറവുമില്ല. മാത്രമല്ല 61 റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കരാമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കരാമയുടെ രുചി വൈവിധ്യങ്ങളെല്ലാം ആസ്വദിക്കാവുന്ന 61 റെസ്റ്റോറൻറ്റുകൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 7 സോണുകളാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓരോ സോണുകളിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളോട് കൂടി നമുക്ക് ആഘോഷിക്കാം. ഓരോ സ്ഥലത്തും പോയിട്ട് നമുക്ക് മുഖത്ത് വേണമെങ്കിൽ ചിത്രം വരയ്ക്കാം. അതുമല്ലെങ്കിൽ രുചിക്കൂട്ടുകൾ അനുഭവിക്കണമെങ്കിൽ അതിനുള്ള അവസരങ്ങളുണ്ട്. മത്സരങ്ങളിൽ പങ്കെടുത്ത് കൈനിറയെ സമ്മാനങ്ങൾ വാങ്ങാം. കരാമ വൈബ് എന്ന് പറയുന്നത് വെറുതെയല്ല, അത് മനസ്സിനും നാവിനും വയറിനും ഒക്കെ ആഘോഷം നൽകുന്നതാണ്. വൈകുന്നേരം 6 മണിയോടെ ആരംഭം, 9:30 കൊട്ടിക്കയറ്റം, പിന്നീട് കൊടി ഇറങ്ങുന്നത് അർദ്ധരാത്രി 12 മണിക്ക്. 12 മണിക്കാണ് ഈ ആഘോഷങ്ങൾ സമാപിക്കുക. ഈ മാസം 23 വരെ, റമദാൻ 23 വരെ റമദാനിലെ ആഘോഷം, ഇവിടെയുള്ള ഈ ആഘോഷം, കരാമയിലെ ആഘോഷം, ഇത് ഇതുപോലെ നിലനിൽക്കും.